Hello guys, welcome back to shini'skitchen. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ വരട്ടുന്ന റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഈ ചിക്കൻ ബ്രെഡ് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ ചിക്കൻ ബ്രെഡ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ വരട്ട് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചിക്കൻ വരട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ വിനാഗിരി. പിന്നെ നമുക്ക് ഈ ചിക്കന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഊറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഈ ചിക്കൻ ഒന്ന് അടച്ച് വെച്ചിട്ട് ഫുള്ളിലിരുന്ന് ഒറ്റ വിസിലാണ് ഇതിൻ്റെ സമയം. അപ്പോൾ ഒരു വിസിൽ ഒന്നത് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു വിസിൽ ആകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാൻ എടുക്കുക. ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഊറ്റുക. പിന്നെ നമുക്ക് എത്ര ഉള്ളി ചേർക്കാം, ചെറിയ ഉള്ളി ചേർക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചേർക്കുക. അപ്പം ഞാൻ അധികം ഉള്ളി ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയും ചേർക്കാൻ പറ്റുമോ അത്രയും ഉള്ളി ഇതിലേക്ക് ചേർക്കുക. അത്രത്തോളം നിങ്ങളുടെ ചിക്കൻ വരട്ടിന് ടേസ്റ്റ് കൂടുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ബൗളാണ് ചുവന്നുള്ളി ചേർത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വരണ്ട് വരണം. പിന്നെ നമുക്ക് ഇതിലേക്ക് മുഴുവനായുള്ള പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് പൊടിക്കുകയൊന്നും വേണ്ട, ഫുള്ളായിട്ടുള്ള ആ പെരിഞ്ജീരകം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2-3 പീസ് പട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വത്തൽ മുളക് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുക. അപ്പോൾ അതാണത്. അപ്പോൾ ഞാനത് ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് ഇതിലേക്ക് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒരു വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വരണ്ട് കിട്ടണം. നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളം കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്, നന്നായിട്ട് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വെള്ളം വറ്റി നല്ലൊരു ഏകദേശം ഈ ഒരു പരുവാകുന്നിടം വരെ നിങ്ങളൊന്ന് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഊറ്റി കൊടുക്കാവുന്നതാണ് ലാസ്റ്റ് ടൈം ആകുമ്പം. ഇത് കാണാൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ വരട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.